നമസ്കാരം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി ഇപ്പോൾ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ്. തുടക്കത്തിലൊക്കെ ഒരുപാട് സ്നേഹവും വാഗ്ദാനവും നൽകി അത് പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ചെറിയ ചെറിയ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയാണോ? നിങ്ങളോട് സംസാരിക്കാൻ നേരമില്ല, നിങ്ങളോട് വന്ന് കാണാൻ നേരമില്ല, ഒന്നിനും സമയമില്ല, തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളെ വേണ്ട എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടി കഴിഞ്ഞവർ പെട്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എപ്പോഴും അതേക്കുറിച്ച് തന്നെ ചിന്ത, ചെയ്യുന്ന ജോലിയിലോ ഉറക്കത്തിലോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ വീട്ടിലോ ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റാതെ മാനസികമായി തകർന്നു പോകും. ആ വ്യക്തി തിരിച്ചു വരാതെ നിങ്ങൾക്കൊരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. കാരണം ചിന്തകൾ വിട്ടുപോകാത്ത അവസ്ഥ, ഏത് നിമിഷവും അതേക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവസ്ഥ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ താഴോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിന് ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട എന്ന് പറഞ്ഞ വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്ന് എന്നും പഴയ ആ ഒരു സന്തോഷത്തോടെ കൂടെ നിൽക്കുക തന്നെ വേണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ പച്ച കളർ പെന്നുകൊണ്ട്, പച്ച മഷിയുള്ള പെന്നുകൊണ്ട് 2 ത്രികോണം വരയ്ക്കുക. അതിലൊന്നിൽ നിങ്ങളുടെ പേരും മറ്റേ ത്രികോണത്തിൽ ആ വ്യക്തിയുടെ പേരും എഴുതുക. എന്നിട്ട് ഒരു 7 തുളസിയില അതിൽ വയ്ക്കുക. എന്നിട്ട് മടക്കിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നന്നായി മനസ്സിൽ കരുതുക. ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധം, മുന്നോട്ട് പോക്ക്, അത് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയൂ. ആ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതുക. അത് മനസ്സിൽ കരുതി ഒരു 5 മിനിറ്റ് നേരം കരുതിയതിന് ശേഷം ആ പൊതി തുറന്ന്, ആ മടക്കി വെച്ച ആ കടലാസ് തുറന്ന് അതിൽ നിന്ന് തുളസിയിലെടുത്ത് നമ്മളൊരു പാത്രത്തിലിട്ട് വെക്കണം. ആ പാത്രത്തിൽ ഒരു ഗ്ലാസ് ആയാലും മതി. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ വേണം ഇതിട്ട് വയ്ക്കാൻ. ഈ 7 തുളസിയിൽ അതിലിട്ട് വയ്ക്കുക. എന്നിട്ട് ആ പേപ്പർ പഴയ പോലെ മടക്കി നിങ്ങൾ ഭദ്രമായി സൂക്ഷിച്ച് വയ്ക്കുക. ഇങ്ങനെ 21 ദിവസം നിങ്ങൾ ഈ കാര്യം തുടർച്ചയായിട്ട് ചെയ്യണം. 21 ദിവസം നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. ഈ 21 ദിവസം ഉള്ള തുളസിയില ഈ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. അങ്ങനെ 21 ദിവസം പൂർത്തിയാവുന്ന ദിവസം നിങ്ങൾക്ക് ആ വെള്ളവും തുളസിയിലയും ഒഴിവാക്കാവുന്നതാണ്. അതുവരെ നിങ്ങൾ ആ ഓരോ ദിവസവും ആ തുളസിയില ആ പാത്രത്തിൽ ഇട്ട് വെക്കണം. അതിൽ വെള്ളം ഒഴിച്ച് വെക്കണം ആദ്യം, എന്നിട്ട് അതിലേക്ക് വേണം ഇട്ട് വയ്ക്കാൻ. എന്നും 5 മിനിറ്റ് നേരം നിങ്ങൾ രാവിലെ ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം അനുഭവപ്പെടും. പിന്നെ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് എന്ത് ചെയ്താലും ശരിയാവാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നെഗറ്റീവ് എനർജി, അതല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയും. ഈ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ത് കാര്യം, അത് നമ്മൾ മനസ്സിന് സന്തോഷമുള്ള എന്ത് കാര്യമാണെങ്കിലും അത് നടക്കാതെ പോകും. കയ്യെത്തോളം എത്തിയിട്ട് നമുക്ക് കിട്ടി എന്ന് തോന്നുന്ന ഒരവസ്ഥ എത്തിയിട്ട് വരെ അത് കിട്ടാതായി പോകും. അതല്ല, ഈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നഷ്ടപ്പെടും. അതിൻ്റെ സന്തോഷം അധികകാലം നിൽക്കുന്നതിന് മുന്നേ പോകും. അത് എന്ത് നല്ല കാര്യങ്ങളും അങ്ങനെ സംഭവിക്കും. അത് തടസ്സങ്ങൾ ഉള്ളപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. സാമ്പത്തിക കാര്യമായാലും ജോലിയിലായാലും പ്രണയത്തിലായാലും ഒക്കെ അതിന് ദോഷം തന്നെയാണ് ഈ നെഗറ്റീവ് എനർജി നിലനിൽക്കുമ്പോൾ. എന്നും ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്വയം ചിന്തിച്ചു പോകും, ദൈവം എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്ത്, ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയായിരിക്കും ജീവിതം കടന്നു പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമേ എന്ത് കാര്യമാണെങ്കിലും ജീവിതത്തിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ തടസ്സം മാറ്റണം, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി മാറ്റണം, അതെങ്ങനെ മാറ്റാമെന്നൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ മനസ്സിലാക്കി അത് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുന്ദരമായി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾക്കും ഒരു പ്രയാസമായി തോന്നുന്നത്.
സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തി നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പം അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാം. ഇനി ഇതിനെന്തെങ്കിലും സംശയം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അത് അറിഞ്ഞ് പൂർണ്ണമായി മനസ്സിലാക്കി ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.